ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. നമ്മൾ എപ്പോഴും തന്നെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ആരാ ഇത് തന്നത്, ആരാ അത് കണ്ടത്, ആരാ അവിടെ പോയത്, നമ്മൾ ചോദിക്കില്ലേ, ആരാ അത് വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അങ്ങനെ നമുക്ക് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കണം, ആരാ ഇത് തന്നത്. നമ്മൾ കുട്ടികളോട് ചോദിക്കും, ആരാ ഇത് തന്നത് എന്ന് ചോദിക്കില്ലേ, ആരാ ഇത് തന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കണം? ആരാ എന്ന് ചോദിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ഹൂ വേണം, അല്ലേ? ഹൂ. ഇനി തന്നത്, തന്നു കഴിഞ്ഞ സാധനം ആ ആളുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ആരാ ഇത് തന്നത് എന്ന്. അപ്പം ആരാന്നുള്ളത് നമ്മൾ എന്ത് ചോദിച്ചു? ഹൂ ചോദിച്ചു. ഇനി തന്നത്, തന്നത് എന്താണ്? തന്നു കഴിഞ്ഞല്ലോ, ഗവ് എന്ന് പറഞ്ഞു. ഇനി എന്താണ്? നിനക്ക് തന്നതെന്നാണെങ്കിൽ ആരാ ഇത് നിനക്ക് തന്നത്, നിനക്ക് യു എന്ന് പറഞ്ഞു. ദിസ്. ഹു ഗേവ് യു ദിസ്, ഹു ഗേവ് യു ദിസ്. ഇതാരാണ് നിനക്ക് തന്നത്, ഇതാരാ തന്നത്. ഇനി അതേപോലെ ഇതാരാ വാങ്ങിയത്, ഇതാരാ വാങ്ങിച്ചതെന്ന്, ഇതാരാ വാങ്ങിയത് ചോദിക്കണമെങ്കിലോ ആരാ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹു. ഇനി എന്ത് വേണം? വേർബ് വേണം. വേർബ് ഏത് വേർബിലാണ് വേണ്ടത്? V2 ആണ്. കാരണം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതാരാ വാങ്ങിച്ചത്. അപ്പൊ ഹു. പിന്നെ നമുക്ക് എന്ത് വേണം? ബോട്ട്. ഹു ബോട്ട് ഇറ്റ്. ഇത് ഹു ബോട്ട് ഇറ്റ്, ഇതാരാ വാങ്ങിച്ചത്. ഹു ബോട്ട് ഇറ്റ്, ഇതാരാ വാങ്ങിച്ചത്. പിന്നെ ആരാ പറഞ്ഞത്, ആരാ പറഞ്ഞത്, ആരാ പറഞ്ഞത്, ആരാ, ഹു, പറഞ്ഞത്, ടോൾഡ്, ഹു ടോൾഡ്. ഇനി ആരാ നിന്നോട് പറഞ്ഞതെന്ന് വേണമെങ്കിലോ ഹു ടോൾഡ് യു, ആരാണ് പറഞ്ഞത്, ആരാ പറഞ്ഞത്. കാരണം ആരാ, ഹു, വേർബ് V2, ടോൾഡ്, നിന്നോട്, യു, ഹു ടോൾഡ് യു, ആരാ നിന്നോട് പറഞ്ഞത്. ഇനി ആരാ വന്നത്, ഇവിടെ ആരാ വന്നത് നമ്മൾ എപ്പോഴും ചോദിക്കും, ഇവിടെ ആരാ വന്നത്? ഹു കം ഹിയർ എന്നാണോ? അല്ല, ഇവിടെ വന്നയാള് പോയില്ലേ. ഹു കേം ഹിയർ. ആരാ ഇവിടെ വന്നത്? ഹു കേം ഹിയർ. ആരാ? ഹു. വന്നത് കേം. ഇവിടെ ഹിയർ. ഹു കേം ഹിയർ. ആരാ ഇവിടെ വന്നത്. ഇനി ആരാ അത് കണ്ടത്, അതാരാ കണ്ടത്, അതാരാ കണ്ടത് നമ്മൾ ചോദിക്കണം, അല്ലെ? അത് ആരാ കണ്ടത്, ആരാ, ഹു. കണ്ടു കഴിഞ്ഞു, സോ ഇറ്റ്. ഹു സോ ഇറ്റ്. ആരാ അത് കണ്ടത്, ആരാ, ഹു. കണ്ടു കഴിഞ്ഞു, അല്ലെ? സോ ഹു സോ ഇറ്റ്, ആരാ അത് കണ്ടത്. ആരാ ഒച്ച ഉണ്ടാക്കണത്? ടീച്ചേഴ്സ് ആണെങ്കിൽ എപ്പോഴും ചോദിക്കും, ആരാണ് ഒച്ച ഉണ്ടാക്കണത്, ആരാ അവിടെ ഒച്ച ഉണ്ടാക്കണത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കും, ഒച്ച ഉണ്ടാക്കുന്നത് ആരാണ്, ഒച്ച ഉണ്ടാക്കുന്ന ആരാണ്, ആര്, ഹു. ഒച്ച ഉണ്ടാക്കുക. അപ്പൊ ഹു മേഡ് ദ നോയ്സ്, അവിടെ ഒച്ച ഉണ്ടാക്കിയത് ആരാണ്? ഹു മേഡ് ദ നോയ്സ്. ഒച്ച ഉണ്ടാക്കിയത് ആരാണ്? ദയർ. അവിടെ ഹു മേഡ് ദ നോയ്സ് ദർ. അവിടെ ഒച്ച ഉണ്ടാക്കിയത് ആര്. ഇനി പിന്നെ നമുക്ക് ചോദിക്കണം, ആരാ ഇത് വാങ്ങിയത്? ഹു ബോട്ട് ഇറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വെർബ് V2. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ആരാ വാങ്ങിയത്, ആരാ പോയത്, ആരാ വന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ചോദിക്കെങ്കിൽ ആരാ, ഹു. പിന്നെ വേർബ് വന്നു കഴിഞ്ഞു, V2, കഴിഞ്ഞ കാര്യമായതുകൊണ്ട് V2. പിന്നെ നമുക്ക് എന്താണോ പറയേണ്ടത് അത് കൊടുക്കുക, ഒബ്ജക്റ്റ് എടുക്കുക. അപ്പൊ വേർബ് ഹു, വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ നമുക്ക് എന്താണോ പറയേണ്ടത് ഒബ്ജക്റ്റ്. അതായത് ഹു ബോട്ട് ഇറ്റ്. ഇവിടെ നമുക്ക് എന്താണ്, ഇതാരാ വാങ്ങിയതെന്നാണ്. നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കണമെങ്കിലോ ഹു ടോൾഡ് യു. നിന്നോട് ആരാ പറഞ്ഞത്, യു അവിടെ കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹു ആണ് ചേർക്കേണ്ടത്, ആരാന്ന് ചോദിക്കാൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കുന്നത്, ആരാ ഇത് വാങ്ങുന്നത്. ഹു. ഇപ്പൊ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മൾ പറഞ്ഞു ഹു, ആരാണ് ഇത് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കുന്നത്, വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്. ഹു ഈസ് ബൈയിങ് ഇറ്റ്. ഹു ഈസ് ബൈയിങ് ഇറ്റ്. ആരാണിത് വാങ്ങിക്കുന്നത്. ഹു ഈസ് ബൈയിങ് ഇറ്റ്. ആരാണ് ഇങ്ങോട്ട് വരുന്നത്? ഒരാൾ നടന്നിങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, ആരാണ് ഇങ്ങോട്ട് വരുന്നത്, ആരാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഹു ഈസ് കമ്മിങ് ഹിയർ. ഹു ഈസ് കമ്മിങ് ഹിയർ. ഇങ്ങോട്ട് ആരാണ് വരുന്നത്. ഹു ഈസ് കമ്മിങ് ഹിയർ.
അല്ലെങ്കിൽ ആരാണ് എൻ്റെ കൂടെ വരുന്നത്? ഹു ഈസ് കമ്മിങ് വിത്ത് മീ. ഹു ഈസ് കമ്മിങ് വിത്ത് മീ. എൻ്റെ കൂടെ ആരാണ് വരുന്നത്? അതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ അതെന്താണ്? ഇപ്പോൾ ആരാ ഈ പേപ്പർ വായിക്കുന്നത്? ഇപ്പോൾ ആരാണ് പേപ്പർ വായിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കണം? ഹു ഈസ് റീഡിങ്. ഹു ഈസ് റീഡിങ് ദ ന്യൂസ് പേപ്പേഴ്സ്. ഈ പേപ്പറെല്ലാം ആരാണ് ഇപ്പൊ വായിക്കുന്നത്? ഹു ഈസ് റീഡിങ്. അപ്പൊ നിങ്ങൾക്ക് അതും മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ കാര്യം ചോദിക്കണമെങ്കിൽ ഹു കൊടുക്കുക. ഇപ്പോഴത്തെ കാര്യം ചോദിക്കണമെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അറിയാം, അവിടെ ഈസ്, ആം, ആർ വേണം, വേർബ് ing വേണം. അപ്പം അതും നമ്മൾ പഠിച്ചു. ഇപ്പോഴത്തെ കാര്യം ചോദിക്കാം. ഇനി നമ്മൾ സ്ഥിരം ആരാണ് ഇവിടെ വരാറ്, ആരാണ് ഇവിടെ പാല് തരാറ്, അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യാറ്, ആരാണ് ഇത് വാങ്ങിക്കാറ്, ഇങ്ങനെ നമ്മൾ ചോദിക്കില്ലേ? നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് ചോദിക്കണം, ആരാ ഇവിടെ വരാറ്? ആരാ ഇവിടെ വരാറ്? വരാറ് എന്നൊക്കെ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ടെൻസ് പഠിക്കുക. ആരാണ് ഇവിടെ വരാറ്? ആര്? ഹു കംസ് ഹിയർ. ഹു കംസ് ഹിയർ. ആരിവിടെ വരാറ്? ആരാ ഇവിടെ പാല് തരുന്നത്? ഹു ഗീവ്സ് മിൽക്ക് ഹിയർ. ഹു ഗീവ്സ് മിൽക്ക് ഹിയർ. ആരാണ് ഇവിടെ പാല് തരുന്നത്? തരാറ്. ഇനി ആരാ ഇത് ചെയ്യാറ്? ആരാ ഇത് ചെയ്യാറ്? ആരാ ഇത് ചെയ്യാറ്? എങ്ങനെ പറയും? നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ അതിന്റെ മറുപടി പറഞ്ഞോളൂ. അപ്പോ വളരെ എളുപ്പമുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ? ആരാ അത് ചെയ്തത്, ആരാ ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരാ അത് ചെയ്യാറ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ചോദിക്കാൻ പഠിച്ചല്ലേ. ആരാ ചെയ്തത് എന്ന് ചോദിക്കാൻ ഹു കൊടുക്കുക, വേർബ് V2 കൊടുക്കുക. ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേർബ് ഹു കൊടുക്കുക, നമുക്കറിയാം ഈസാമാറ് കൊടുക്കുക, വേർബ് ing കൊടുക്കുക. ആരാ ചെയ്യാറ് അല്ലെ? ഹു കൊടുക്കുക, അല്ലെങ്കിൽ ഡുവോ ഡസോ വേണ്ടത് കൊടുക്കുക, അല്ലെങ്കിൽ വേർബ് നോക്കി കംസ് കൊടുക്കുക. വേർബ് നോക്കി എസ് ചേർക്കേണ്ടടുത്ത് എസ് വേണ്ടാടുത്തടുത്ത് എസ് വേണ്ട. ഇതൊക്കെ എന്താണ്? നമ്മൾ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചതാണ്, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? ഈസാമാറ് അതേപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചില സബ്ജക്റ്റിന്റെ കൂടെ എസ് വേണം, ചില സബ്ജക്റ്റിന്റെ കൂടെ എസ് വേണ്ട എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നാളെ ആരാണ് പേപ്പർ വായിക്കാൻ? നാളെ ആര് പേപ്പർ വായിക്കും? എങ്ങനെ പറയും? നാളത്തെ കാര്യമല്ലേ. അപ്പൊ ഹു ആര്? ഹു പേപ്പർ വായിക്കും. ഹു വിൽ read the newspaper tomorrow. Who will read the newspaper tomorrow? ആര് നാളെ പേപ്പർ വായിക്കും? ഇനി ആരാണ് നാളെ പേപ്പർ വായിക്കേണ്ടത്? വായിക്കേണ്ടത്, പോകേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആരാണ്? Who should read the newspaper? Who should read the newspaper tomorrow? Who should read the newspaper tomorrow? അപ്പം പോകേണ്ടത്, വരേണ്ടത്, ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിന് നമ്മൾ ഷുഡാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹൂവിന്റെ ഉപയോഗം വളരെ കൃത്യമായി മനസ്സിലായല്ലോ. കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോ എന്താണ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. കുട്ടികളെല്ലാം പരീക്ഷയുടെ തിരക്കിലോട്ട് ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. കുട്ടികൾക്കും പേരൻസിനാണെങ്കിൽ, അമ്മമാർക്കാണെങ്കിൽ കുട്ടികളുടെ പരീക്ഷേനെ ഓർത്തിട്ടുള്ള ടെൻഷനും വേവലാതിയും ഒക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുക, അവരെ ഫ്രീ ആയിട്ട് വിടുക. എപ്പോഴും പഠിത്തത്തിലോട്ട് മാത്രം കുട്ടികളെ ശ്രദ്ധിക്കാതെ അവരെ കുറച്ച് കളിക്കാനും കൂട്ടുകാരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാനും, മനസ്സൊന്ന് ഫ്രീ ആവട്ടെ കുട്ടികൾ, ടെൻഷൻ അധികം കൊടുക്കാതെ ഇരിക്കുക. അപ്പോൾ കുട്ടികളുടെ പരീക്ഷ ഒക്കെ തുടങ്ങുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികളുണ്ട് എങ്കിൽ അവർക്കെല്ലാം നല്ല നല്ല പരീക്ഷകളാവട്ടെ, പരീക്ഷകളൊക്കെ എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ പഠിച്ചതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ വരട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. അപ്പം അങ്ങനെ കുട്ടികളുണ്ട് എങ്കിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ല പരീക്ഷകൾ നേരുന്നു. പരീക്ഷയുടെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് നല്ലതായി തന്നെ വരട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു.